നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി എക്സാം 2026 10ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി എല്ലാവരും ഇപ്പോഴേ തയ്യാറെടുക്കുക. ഈ ഒരു ഗ്രേഡ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ ആനുവൽ എക്സാമിനും വരാൻ സാധ്യതയുള്ള ഒരുപാട് മോഡലുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ PDF സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെ കോപ്പി എടുത്ത് നോട്ടിലോട്ട് ആക്കിയിട്ട് ഇത് പഠിക്കുക. ഇന്ന് ഞാൻ PDF മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇതിൻ്റെ ഓരോ ക്ലാസ് വീഡിയോസും ഇടുന്നതാണ്. അതുപോലെ തന്നെ 10 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ 9400773625 നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്ററും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഈ ഒരു മോഡൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയും. അതുപോലെ തന്നെ സുഗമ ഹിന്ദിക്ക് ചേരാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ചേരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗൈഡ് കിട്ടും. ആ ഗൈഡിൽ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അപ്പോൾ ഫെബ്രുവരിയിൽ എക്സാം നടത്തുമ്പോൾ അതിൽ നിന്നൊരു മോഡൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏതാണ്ട് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുള്ള അവസരം കിട്ടുകയാണ് ഇതിൽ നിന്ന്. അതുപോലെ തന്നെ ആനുവൽ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ തന്നെ, അതായത് ഈ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ആനുവൽ എക്സാമിന് A+ നിങ്ങൾക്ക് ഷുവറായിട്ട് നേടാൻ കഴിയും. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. അപ്പം എല്ലാവരും ഈ ഒരു ഗൈഡിൻ്റെ നോട്ട് കോപ്പി എടുത്ത് പഠിക്കുക. സുഗമ ഹിന്ദിക്ക് ചേരാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചേരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഹിന്ദി ടീച്ചറിനോട് പറഞ്ഞാൽ ടീച്ചർ സുഗമ ഹിന്ദി പരീക്ഷ എഴുതണം എന്നുള്ള കാര്യം. അപ്പോൾ ഇത് എഴുതുമ്പോൾ 2 ഗുണങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അതായത് സുഗമ ഹിന്ദി എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാമിനുള്ള എക്സാമും നിങ്ങൾക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. കൂടാതെ കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രഥമ ദൂസരി കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പ്രവേശ് കോഴ്സ് നിങ്ങൾക്ക് നേരിട്ട് എഴുതാൻ സാധിക്കും. സുഗമ ഹിന്ദി 10ാം ക്ലാസ്സിൽ എഴുതുകയാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് പ്രവേശ് എഴുതാം. പിന്നെ തുടർന്ന് നിങ്ങൾക്ക് ട്യൂഷൻ സാഹിത്യചര്യം മാത്രം എഴുതിയാൽ മതി. അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടറ്റൊക്കെ എഴുതി ഹൈസ്കൂളിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. അതായത് ആചാര്യ കോഴ്സിനൊക്കെ പങ്കെടുക്കാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ. പലർക്കും ഈ സുഗമ എന്തിനാണ് എഴുതുന്നത് പോലും അറിയില്ല. കാരണം സുഗമ എഴുതുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിലെ എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനും A+ നേടാനൊക്കെ ഈ ഒരു ചോദ്യം പഠിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്രവേശ്, അതായത് പ്രഥമ ദൂസരി ഒന്നും എഴുതിയിട്ടില്ല അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ സുഗമ 10ാം ക്ലാസ്സിൻ്റെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രവേശ് എഴുതാം. പിന്നെ തുടർന്ന് ഭൂഷണ് പഠിക്കാം, സാഹിത്യചാര്യം എഴുതാം. +2 സാഹിത്യചര്യമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടറ്റിന് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 വർഷത്തെ ആചാര്യ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഹൈസ്കൂളിനും അതുപോലെ തന്നെ UPക്കൊക്കെ ടീച്ചേഴ്സിനുള്ള പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കാനുള്ളൊക്കെ കോഴ്സാണിത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഓരോ പാഠത്തിൽ മൊത്തം ഒരു 10 ചാപ്റ്ററുണ്ട്. 10 ചാപ്റ്ററിന് വരുന്ന പോസ്റ്റർ, നിബന്ധ്, അതുപോലെ ഡയറി, വാർത്താലാപ്, പട്കഥ, പോസ്റ്റർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ചോദ്യപേപ്പർ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെ, അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും പ്രത്യേകിച്ചുള്ളൊരു വീഡിയോ നൽകുന്നതാണ്. അപ്പോൾ വീഡിയോ ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും 3 മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ സൂം ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ PDF നന്നായിട്ട് സൂം ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ അതാണ് സൂം ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ. മൊത്തം 12 പേജേ ഉള്ളൂ. ആ 12 പേജും കോപ്പി എടുത്തിട്ട് അത് നന്നായിട്ട് ബുക്കിലോട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഒരുപാടെണ്ണം വായിക്കുക. ഈ ഒരു 3 ക്വസ്റ്റ്യൻ തന്നെ ഒരു 4-5 തവണ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. കാരണം ഓരോ പാഠത്തിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരുന്നതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ആദ്യം നിങ്ങളുടെ കയ്യിൽ ലേബൻ്റെ ഉണ്ടെങ്കിൽ ആ പാഠങ്ങൾ മലയാളം കൂടെ വായിച്ച് വയ്ക്കുക. അപ്പം ഏതാണ്ട് നിങ്ങൾക്ക് കഥ മനസ്സിലാവും. അതിനുശേഷം ഇതിൽ കൊടുത്തിരിക്കുന്ന നോട്ടൂടെ വായിക്കുമ്പോഴേക്കും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പട്കഥ പഠിച്ചു കഴിഞ്ഞാൽ വാർത്താലാപം എഴുതാം, പട്കഥ എഴുതാം. പട്കഥയിലും വാർത്താലാപിലും വരുന്ന സംഭവം തന്നെയാണ് ഡയറിയും കത്തൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ
ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ മോഡൽ എന്ന് പറഞ്ഞത് ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും